ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ച് പൂനെയിലെത്തിയിട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട് 2 ആഴ്ചയോളായിട്ടോ തിരിച്ച് വന്നിട്ട്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ ചിപ്സ് പോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇതിവിടെ ഉള്ളവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എല്ലാ വർഷവും ഒരു ഏപ്രിൽ മെയ് ആകുമ്പോൾ ഇങ്ങനെ കുറേ വാങ്ങി ഉണ്ടാക്കി വെക്കും കേട്ടോ. ചിലർ 10 കിലോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവരുണ്ട്. ഞാനിത് കുറച്ച് എണ്ണം കൊണ്ടൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഉരുളക്കിഴങ്ങ് ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് കുറച്ചൊന്ന് അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണ്ട, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് തൊലി കളയാം. അങ്ങനെ ഇത് ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ പോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അന്നപ്പോൾ ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇതിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചെണ്ണ ഉരുളക്കിഴങ്ങ് എടുത്തുള്ളൂ. അതുകൊണ്ട് ഈ പാത്രം മതി കിട്ടും. ഇപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ പാത്രം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 ഉരുളക്കിഴങ്ങിനെ കൊണ്ട് ഇത് ഉണ്ടാക്കുന്നു. അങ്ങനെ അതിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പം കൈ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ കുറേ ഉണ്ടാക്കുന്ന പോലെ തലേന്ന് രാത്രിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വലിയ വട്ടപാത്രത്തിലൊക്കെ ഇട്ട് വെക്കും കേട്ടോ. വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊന്നിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ സ്ലൈസാക്കി വെച്ച ഈ ഉരുളക്കിഴങ്ങില്ലേ, അതെടുത്തിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാത്രത്തിൽ കൊള്ളുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കൊള്ളും തോന്നൂലേ? അത്രേ ഉള്ളൂ. നോക്കാം. ഞാനിത് ഏപ്രിലൊക്കെ ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അന്നപ്പോൾ പറ്റിയില്ല. പിന്നെ നാട്ടിൽ പോകേണ്ട തിരക്കൊക്കെ ആയി. പിന്നെ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട കേട്ടോ. അതൊന്ന് കൈകൊണ്ടൊന്നും ഇങ്ങനെ ഞെക്കി നോക്കി നമുക്ക് അറിയാമല്ലോ. അല്ലാണ്ട് പൊട്ടറ്റോ അങ്ങനെ വേവിക്കുന്നത് വരെ അതിന് ഭയങ്കര സമയം വേണ്ടേ. ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്നൊന്ന് തിളച്ച് ഒന്ന് എടുക്കുക, അത്ര മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ കോരിയിടാം. ഇതിങ്ങനെ വാർത്തിടണ്ട കേട്ടോ. വാർത്തിട്ടാൽ അതിൻ്റെ മേലെ കണ്ടില്ലേ സ്റ്റാർച്ച്, അതും കൂടെ വരും. അപ്പോൾ ഇങ്ങനെ പിന്നെ കോരിയിട്ട് ആ സ്റ്റാർച്ചൊക്കെ നീക്കം ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇനി കളറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ഇതിന് കുറച്ചും കൂടി നല്ല മഞ്ഞ കളറായി വരും. അങ്ങനെയും ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ അടുത്ത പണി ഇത് വെയിലത്തിട്ട് ഉണക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷോളാട്ടോ വിരിച്ചത്. അപ്പോൾ എന്ത് തുണിയായാലും എടുക്കുക, കോട്ടൺ തുണിയോ അങ്ങനത്തെ, അല്ലെങ്കിൽ നല്ല കവർ ഉണ്ടാവില്ലേ വലിയത്. ഇവിടെയൊക്കെ ഉള്ളവർ അതാണോ ഉപയോഗിക്കുക, വലിയ കവറ്. അതേപോലത്തെ ഇതിനായിട്ടുള്ള ഇവിടെ കിട്ടും തോന്നുന്നുണ്ട് ഇത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ കവറ് മതി. ഞാനിപ്പോൾ അതൊരു ഷോളാണ് ഉപയോഗിച്ചത്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതിങ്ങനെ എടുത്തിടുക. നല്ല ചൂടുണ്ട് കേട്ടോ. അതിനിപ്പം അങ്ങോട്ട് എടുത്തിട്ടല്ലോ കൈ കൊള്ളും. ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. അങ്ങനെ ഫുള്ളെല്ലാം അങ്ങനെ ഇട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണ്. ഒരൊറ്റ ദിവസം മതി കേട്ടോ ഉണങ്ങാൻ. ഇതിപ്പോൾ നല്ല വെയിലുണ്ടെന്ന്. വൈകുന്നേരം ആകുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇടുന്നത് ഒരു 12 മണിയൊക്കെ ആയപ്പോട്ടോ ഇടുന്നത് തന്നെ. നല്ല ബാക്ക് വശത്ത് നല്ല വെയിൽ വന്നപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായിട്ട് നല്ല വെയിൽ കൊണ്ട് ഉണങ്ങി അപ്പോൾ അതേപോലെ ആയിട്ട് കേട്ടോ. അത് ഇനി ഇതിങ്ങനെ എടുക്കുക. അത് വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങനെ പെറുക്കി എടുക്കുക. അപ്പോൾ തന്നെ സൗണ്ട് വരുന്നുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഷോളായിട്ട് എടുത്തത്. ഇനിയിപ്പോൾ ഒരു കവറോ നല്ല കവറുണ്ടെങ്കിൽ, വലിയ കവറാണെങ്കിൽ അതിൻ്റെ മേലെ എങ്ങനെ ഇട്ടാലും മതി. കവറില്ലെങ്കിൽ എന്തെങ്കിലും തുണികൾ മതി. നല്ല നേർമുള്ള തുണിയില്ലേ അങ്ങനത്തെ. ഓരോന്നായിട്ട് ഇതങ്ങനെ പെറുക്കിയിടുകണേ. കാറ്റിൻ്റെ സൗണ്ട് കിട്ടോ ഭയങ്കരമായിട്ട്. മേലെ ആയതുകൊണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. അങ്ങനെ
ഇത്രയുണ്ട്. ഇതിപ്പോൾ ഒരു സ്ഥലക്കുറവിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഇടാനുള്ളൊരു സ്ഥലമുള്ളൂ ഇവിടെ ബാക്ക് വശത്തെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെടിച്ചട്ടിയൊക്കെ ഉണ്ട് കുറച്ച്, അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇട്ടില്ല. ഇനി ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ വെക്കും. കാറ്റ് ഉണ്ടാവില്ല, നല്ല രാത്രി ഇത് എടുത്ത് വെക്കുള്ളൂ കേട്ടോ. കാറ്റ് കൊണ്ടിട്ടൊന്നും കൂടി ഇതായിക്കോട്ടെ. ഇപ്പം തന്നെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. നാളെയും കൂടെ ഉണക്കിയാൽ നല്ലോണം ഉണങ്ങും കേട്ടോ അത്. ഇങ്ങനെ ഇതേപോലെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ 1 വർഷം വേണമെങ്കിലൊക്കെ ഇങ്ങനെ നല്ല ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഒന്നും ആവില്ല, ഒരു കേടും ആവില്ല. വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വെയിലത്തിട്ടാൽ മതി. ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോ ചിപ്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് വെക്കാം. അത് വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. എന്താ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണ അല്ല കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എടുത്തിട്ടില്ല. അത് ചില അത്യാവശ്യ ഘട്ടങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പം നമ്മൾ കുറച്ച് ഇട്ട് വെക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഇതായിപ്പോൾ. ഇട്ട് വെക്കാം. എത്ര പെട്ടെന്നാവും. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. ഫ്ലെയിം കുറച്ചിടട്ടോ, അത് പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കണ്ടോ. ഞാൻ ഇപ്പോഴത്തേക്ക് കുറച്ച് ഉണ്ടാക്കിയിടുന്നുള്ളൂ കേട്ടോ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇതായിട്ടുണ്ട് ചിപ്സ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ വൈകുന്നേരമൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടതാ. പൊട്ടുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ഇവിടുത്തുകാർ പല ഇതും ഉണ്ടാക്കി വെക്കും കേട്ടോ. അങ്ങനെ അവില് കൊണ്ട് ഇങ്ങനെ ചക്ലി പോലെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഇവിടെ എപ്പോഴും ഇവർക്ക് ഉപവാസം എടുക്കല. ആ സമയത്ത് ഇവർ ഇതൊക്കെയാണ് കഴിക്കുക. ഇപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനും നല്ലതാട്ടത്. ഇപ്പോൾ പപ്പടമൊക്കെ കഴിക്കൂല, അതേപോലെ തന്നെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കുടിക്കാം. ഇതിങ്ങനെ റൗണ്ടിലല്ലാതെ വേറെ നീളത്തിലും ഉണ്ട്, അങ്ങനെ ഒരു ഷേപ്പിൽ. അപ്പോൾ എല്ലാവരും ഇതേപോലെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വെയിലത്ത് നന്നായിട്ട് ഉണക്കണം എന്നുള്ളൂ. ഇത് എത്ര വേണേ ഇങ്ങനെ കേട് വരാതെ വെക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് കുറച്ചെടുത്ത് ഇങ്ങനെ വറുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതും കൂട്ടി കഴിക്കട്ടെ. അങ്ങനെ ഇത് കട്ടൻ ചായയും പൊട്ടറ്റോ ചിപ്സും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ മുളക് പൊടി കുറച്ചിങ്ങനെ വെതറി നമുക്ക് എരിവ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഉപ്പുണ്ട് ഇതിൽ, എന്തായാലും മുളക് പൊടി മാത്രം മതി. അന്നപ്പോൾ തന്നെ ചൂടോടൊക്കെ ഒന്ന് ചെറുതായിട്ട് വെതറിയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കുന്ന കേട്ടോ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ വിഭവങ്ങളായിട്ട് ഇനിയും കാണാം. താങ്ക് യു.